ഇവിടെ വെച്ച് തുടങ്ങാം. അടിപൊളി വാഴയല്ലേ, സംഭവം കുലച്ചു. അപ്പം ഇതും സക്സസ് ആവും. നമുക്കാവശ്യം ഈ വാഴേൻ്റെ ഇലയാണ്. നല്ല ഉണങ്ങിയ ഇല നോക്കിയിട്ട് പറിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. വാഷിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഇവന്മാരുടെ ബ്രീഡിംഗ് ആണ്. സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓവർ വലിച്ചു നീട്ടൊന്നുമില്ല, ബട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രീഡിങ്ങിന് മുമ്പേ വെയിൽ ടെയിൽ സിബ്രൈഡ് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യും. ഫിഷിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഫീമെയിലാണ്, നല്ല രീതിയിൽ എഗ് ലോഡ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ എഗ് ലോഡ് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്യണം. രാവിലെ ഇവർക്ക് കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡാണ്. മെയിലിനും ഫീമെയിലിനും ഇത് തന്നെയാണ് കൊടുക്കുന്നത്. കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് ലൈഫ് ഫീഡ് നല്ല രീതിയിൽ കൊടുക്കുന്നത് ഫിഷിന്റെ എഗ് കൗണ്ട് കൂടാനും ഫിഷ് നല്ല ആക്റ്റീവ് ആവാനും ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ കൊടുക്കുന്നത് മൊയിനയാണ്. ഇനി മൊയിന കൾച്ചർ എങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനിയിപ്പോൾ മൊയിന ഇല്ലെങ്കിലും ആർട്ടിമെ വിരിപ്പിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു 1 വീക്ക് ഫിഷിനെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്രീഡിംഗ് സെറ്റപ്പാണ്. ഇവിടെ ബേസലാണ് ഫിഷിനെ ബ്രീഡ് ചെയ്യുന്നത്. അതിനു മുമ്പേ നല്ല രീതിയിൽ അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ക്ലീനിങ് ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞാൽ മഴയൊന്നും കൊള്ളാത്ത പ്ലേസിൽ വേണം വെക്കാൻ. ഇനി ഫിഷിനെ ബ്രീഡ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ദിവസം മുമ്പേ വെള്ളം പിടിച്ചു വെക്കണം. വാട്ടർ കണ്ടീഷൻ ചെയ്തിട്ട് വേണം ഫിഷിനെ ബ്രീഡിങ്ങിന് വേണ്ടി ഇടാൻ. ചുമ്മാ അങ്ങനെ ഇട്ടാൽ പോരാ, ഇതുപോലെ ഒരു ബ്രീഡിംഗ് കേജ് വേണം. ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന എഗ് അവർ തന്നെ കഴിക്കും. സോ ബ്രീഡിംഗ് കേജ് നിർബന്ധമാണ്. ബ്രീഡിംഗ് കേജ് വെക്കുമ്പോൾ കുറച്ച് പൊന്തി നിൽക്കണം. എഗ് എല്ലാം താഴോട്ട് പോകുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. ഞാൻ ഇവന്മാരെ അധികവും നൈറ്റാണ് ബ്രീഡിങ്ങിന് വേണ്ടി ഇടാറ്. ഒരു ഫീമെയിലും 2 മെയിലും. ശരിക്കും അങ്ങനെ മതി. ഞാനിവിടെ ഒരു മെയിലും 3 ഫീമെയിലാണ് ഇട്ടത്. മെയിൽ ഫിഷ് ഫീമെയിലിനെ ചേസ് ചെയ്യുന്ന സമയത്താണ് എഗ് ചെയ്യാറ്. അങ്ങനെ എഗ് ചെയ്താണ് ഇതൊക്കെ. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവര് നല്ല രീതിയിൽ എഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിഷിനെല്ലാം പിടിച്ച് അവരുടെ ടാങ്കിലേക്ക് തന്നെ മാറ്റും. എഗ് എല്ലാം ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എഗ് കൗണ്ട് കിട്ടിയിട്ടുണ്ട്. സോ എഗ് എല്ലാം സേഫ് ആക്കണ്ടേ, അതിനാണ് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ്. എഗ്ഗിൽ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ആകെ ഒരു മൂടി മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടിയില്ലെങ്കിൽ മെത്തിലിൻ ബ്ലൂ യൂസ് ചെയ്യാം. ആ വൈറ്റ് എഗ് കണ്ടില്ലേ, അതാണ് ഫെർട്ടിലൈസ് ആവാത്ത എഗ്. അതിൽ ഫംഗസ് വന്നിട്ട് ബാക്കി എഗ്ഗിലേക്കും കൂടെ സ്പ്രെഡ് ആവും. ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡും മെത്തിലിൻ ബ്ലൂവും യൂസ് ചെയ്യുന്നത്. എനിക്കിവിടെ 2 ദിവസമേ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾ ഇറങ്ങി ഫ്രീസിംഗ് ആയിട്ടില്ല. എല്ലാവരും ടാങ്കിനെ പറ്റി പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് കുറച്ച് പേരൊക്കെ ഓടി തുടങ്ങി. പക്ഷെ കുറച്ച് പേര് ഇപ്പോഴും ടാങ്കിന് മുകളിൽ പറ്റി പിടിച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ, ചെറിയ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാ കുഞ്ഞുങ്ങളും ഫ്രീസിംഗ് ആയിട്ടുണ്ട്. ഇതിൽ പച്ച കളറും കാണുന്നുണ്ട്, കളർ ഇല്ലാത്ത ടീംസും ഉണ്ട്. അത്രയും ചെറിയ കുഞ്ഞുങ്ങളല്ലേ. ഈ സമയത്ത് ഇവർക്ക് കൊടുക്കേണ്ട ഫുഡാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത്. ആ വാഴനില വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 4-5 ദിവസമായി ഇൻഫ്ലൂസൂരൊക്കെ നല്ല രീതിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് ഫുഡ്. കുഞ്ഞുങ്ങൾ ഫ്രീസിംഗ് ആയതിനു ശേഷമാണ് ഇത് കൊടുക്കുന്നത്. ഈ ഇൻഫ്യൂസൂരിയ കൾച്ചറിലേക്ക് നമ്മൾ വേറെ ഒരാളെയും കൂടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മൊയിന കൾച്ചർ. ഇനി മൊയിനയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇനി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ 4ാമത്തെ ദിവസം കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ്. ഇനി എല്ലാ കുഞ്ഞുങ്ങളും ഈ ഒരു ടാങ്കിലാണ് ഉണ്ടാവുക. കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഇതിൽ തന്നെ ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആർട്ടിമയൊക്കെ വിരിപ്പിക്കാൻ തുടങ്ങുന്നത്. അതുവരെ കുഞ്ഞുങ്ങൾ ഇതിൽ സേഫ് ആയി നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാ കുഞ്ഞുങ്ങളും ഇതിലേക്ക് ഇറക്കിയിട്ടില്ല, കുറച്ച് കുഞ്ഞുങ്ങളെ മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് ഈ ആൽഗെ വാട്ടറാണ് ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. അതിലും ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികൾ ഉണ്ടാവില്ലേ, നമുക്ക് കാണാൻ പറ്റാത്ത, അതൊക്കെ അവർ കഴിച്ചോളും. ഇപ്പൊ ഏകദേശം വെയിൽ സീബ്ര ഫിഷിന്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആണ്, ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.